കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ ലഭ്യമാവാതെ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങരുത് എന്ന ലക്ഷ്യവുമായി അക്ഷരമുറ്റം എന്ന പേരിൽ പഠനോപകരണ വിതരണം നടത്തി. കാഞ്ഞങ്ങാട് മഞ്ഞോട്ട് ദേവാലയത്തിന്റെ പാലാഴി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ ലഭ്യമാവാതെ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങരുത് എന്ന ലക്ഷ്യത്തോടുകൂടി അക്ഷരമുറ്റം എന്ന പേരിൽ പഠനോപകരണ വിതരണം നടത്തി. കാഞ്ഞങ്ങാട് ശ്രീ മഞ്ഞോട്ട് ദേവാലയത്തിന്റെ പാലാഴി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ അജികുമാർ നാരായണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു മനുഷ്യൻ ആദ്യമായി കൂട്ടം ചേരുന്നത് അവനവന്റെ വീട്ടുകളിലാണ്. വീട് ഒരു കൂട്ടമാണ്, കുടുംബം അവനവന്റെ കുടുംബത്തിലാണ്, അല്ലേ? കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം. അങ്ങനെ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്ന ഇടങ്ങളായി കേരളത്തിലെ 14 ജില്ലകളിലും അതിന് പുറത്തും അന്തർദേശീയ തലത്തിലുമൊക്കെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അംഗീകാരം നേടിക്കഴിഞ്ഞ കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ലോകത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാനുള്ള അഭിവാഞ്ചയാണ് ഓരോ മനുഷ്യരെയും മുന്നോട്ട് നയിക്കുന്നത്. ജീവിതം തിരിച്ചറിയുന്ന ഓരോ പടവുകളിലും നാം അനുഭവിക്കുന്നത് വർത്തമാനകാലത്ത് സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. ചടങ്ങിൽ കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ DB മെമ്പർ അഷ്റഫ് ആലങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കവയിത്രി പുഷ്പ കുളവയലും സാമൂഹ്യ പ്രവർത്തകൻ ശരത് ആദി നാരായണൻ എന്നിവരും സംസാരിച്ചു. കൂട്ടത്തിന്റെ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. രതീഷ് സ്വാഗതവും അംബിക സുനിൽ നന്ദിയും പറഞ്ഞു. അക്ഷരമുറ്റം പരിപാടിയിലൂടെ 60ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഒപ്പം കൂട്ടം കുടുംബാംഗങ്ങളുടെ മക്കളിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.